ബഹുമാനമില്ലാത്ത കാലമാണ്, ബഹുമാനമില്ലാത്ത കാലമാണ്. സുബ്ഹാനല്ലാഹ്. എല്ലാ അതിർവരമ്പുകളും ലംഘിച്ച് അത് കല്യാണ വീട്ടിലാണെങ്കിലും അത് സൽക്കാരം നടക്കുന്ന സ്ഥലത്താണെങ്കിലും സുബ്ഹാനല്ലാഹ് പലപ്പോഴും യാത്ര ചെയ്യുന്ന സമയത്ത് സിഗ്നലിന്റെ സ്ഥലത്തെത്തുമ്പോ വണ്ടി അവിടെ നിർത്തുമാറുണ്ട്. അപ്പോഴതാ ടൂർ പോകുന്ന ബസ്സിൽ നിന്ന് ശബ്ദം കേൾക്കാറുണ്ട്. കോളേജ് കുട്ടികളാണ്. സുബ്ഹാനല്ലാഹ്. ആണും പെണ്ണും മത കൂത്താടുകയാണ്. നൃത്തം വെക്കുകയാ, നൃത്തം വെക്കുകയാ. യാതൊരു മടിയുമില്ല, യാതൊരു ഉളുപ്പുമില്ല. 16ഉം 18ഉം വയസ്സില്ല. സുബ്ഹാനല്ലാഹ്. ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ ഞങ്ങൾ ടൂർ പോകുകയാണ്. ബസ് പോകുന്ന സമയത്ത് അതാ ഒക്കെയും മുസ്ലിം കുട്ടികളാണ്. 4ഓ 5ഓ അമുസ്ലിങ്ങളായ കുട്ടികളുണ്ട്. അവരെ കൊണ്ടൊരൊച്ചപ്പാടില്ല, ഒരു ബഹളമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. എല്ലാറ്റിനും കാരണം ആരാണ്? സുബ്ഹാനല്ലാഹ്. എന്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, മക്കളെ കയറൂരി വിട്ട് കഴിഞ്ഞാൽ നാളെ മഹ്ശറ ലോകത്തേക്ക് എന്നെ കൊണ്ടുവരുന്നു, നിങ്ങളെ കൊണ്ടുവരുന്നു. അല്ലാഹ് ചോദ്യം ചെയ്യപ്പെടുമ്പോൾ മക്കള് റബ്ബിനോട് പറയുകയാണ്, രാജാവായ റബ്ബേ, ഞങ്ങൾ ഉത്തരവാദികളല്ല. നിങ്ങളൊരു പക്ഷേ യാസീൻ ഓതുന്നുണ്ടാകും, നിങ്ങളൊരു പക്ഷേ ദിക്ർ ചൊല്ലുന്നുണ്ടാകും, നിങ്ങളൊരു പക്ഷേ ഹദ്ദാദ് ചൊല്ലുന്നുണ്ട്, നിങ്ങൾ തഹജ്ജുദ് നിസ്കരിക്കുന്നുണ്ട്, നിങ്ങൾ യഥാ സലാത്ത് മജ്ലിസിൽ പങ്കെടുക്കുന്നുണ്ട്, അല്ലാഹ് വഅളുകൾ പലതും കേൾക്കുന്നുണ്ട്. മക്കളോ നിയന്ത്രണം വിട്ട ജീവിതമാണെങ്കിൽ അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഈ പ്രസംഗിക്കുന്ന എന്നെ സംബന്ധിച്ചും ഞാൻ വലിയ പ്രാസംഗികനായാലും ഇല്ലെങ്കിലും ഞാനിതാ നിങ്ങളോട് ഉപദേശിക്കുന്നു, എന്റെ മക്കളെ പിഴച്ച രൂപത്തിലാണെങ്കിൽ റബ്ബ് വിടൂല്ല, റബ്ബ് വിടൂല്ല, റബ്ബ് വിടൂല്ല. ഉമ്മമാരെ ശ്രദ്ധിക്കണം, മക്കളെ നല്ലപോലെ പോറ്റി വളർത്തണം. മക്കള് അല്ലാഹ് തന്ന വരദാനങ്ങളാണ്, അല്ലാഹ് തന്ന സമ്മാനങ്ങളാണ്, അല്ലാഹ് തന്ന ഗിഫ്റ്റുകളാണ്. അവർക്ക് അമിതമായ സ്വാതന്ത്ര്യം കൊടുക്കരുത്. അതേ സമയത്ത് മക്കളെ താലോലിക്കണം, മക്കളെ താരാട്ടുപാടണം, മക്കളോട് അതാ ഓരം ചേർന്ന് നിൽക്കണം, മക്കൾക്ക് സ്നേഹം കൊടുക്കണം. മക്കളുടെ സ്നേഹം നമ്മളും അതാ പറ്റണം. മക്കളെ വെറുക്കാൻ പാടില്ല. അതേ സമയത്ത് അതേ ധർമ്മബോധം പഠിപ്പിക്കണം, മതം എന്തെന്ന് പഠിപ്പിക്കണം. എന്താ മോളെ എന്നൊക്കെ ചോദിച്ചിട്ട് മക്കളോട് നല്ല നിലയിൽ പെരുമാറണം. അപ്പോഴാ അല്ലാഹുവിന്റെ അരികത്ത് അല്ലാഹ് പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വഅഹ്ലീകും നാറാ. ഓ വിശ്വാസികളെ, ഓ നിങ്ങൾ സൂക്ഷിക്കണം. അൻഫുസകും നിങ്ങളുടെ ശരീരത്തെ. പോരാ നിങ്ങൾ ഹദ്ദാദ് ചൊല്ലിയാൽ പോരാ, നിങ്ങൾ നിസ്കരിച്ചാൽ പോരാ, നിങ്ങൾ ദിക്ർ ചൊല്ലിയാൽ പോരാ, നിങ്ങൾ സ്വലാത്ത് ചൊല്ലിയാൽ പോരാ, നിങ്ങൾ നല്ലത് ചൊല്ലിയാൽ പോരാ, നിങ്ങൾ നല്ലവരായി ജീവിച്ചിട്ട് കാര്യമില്ല. വഅഹ്ലീകും നാറാ. നിങ്ങളെ മക്കളെയും നിങ്ങളെ സൂക്ഷിക്കണം. ഭർത്താക്കന്മാരെ നിങ്ങളെ ഭാര്യമാരെ സൂക്ഷിക്കണം. സുബ്ഹാനല്ലാഹ്. വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികളെ നിങ്ങളെ ഭാര്യമാരെ നിങ്ങളെ സൂക്ഷിക്കണം. ഉസ്താദേ, ഞാൻ എന്റെ വീട്ടിൽ ക്യാമറ വെച്ചിട്ടുണ്ട്. ഓക്കെ, ശരിയാണ്. ക്യാമറയെ മറച്ചു വെക്കാനുള്ള ഐഡിയകളൊക്കെ ഉള്ള കാലമാണ്. ഞാനിപ്പോൾ ആ ഭാഗത്തേക്ക് കിടക്കുന്നില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, ക്യാമറ വെച്ചെന്നും പറഞ്ഞിട്ട് പ്രവാസ ലോകത്ത് സുഖത്തോടെ ജീവിക്കണ്ട.
നിങ്ങളെ ഭാര്യമാരെ നിങ്ങൾ ശ്രദ്ധിക്കണം, വീക്ഷിക്കണം, സ്നേഹം കൊടുക്കണം, അവരുടെ ഹക്കുകൾ വീട്ടിക്കൊടുക്കണം. അൽമാലു വൽ ബനൂൻ സീനത്തുൽ ഹയാത്തിദ് ദുനിയാ. അതേ സന്താനങ്ങളും മക്കളും അത് ദുനിയാവിലെ ജീവിതത്തിന്റെ ഭംഗിയാണ്, ആഡംബരമാണ്, പ്രൗഢിയാണ്, സന്തോഷമാണ്. വൽ ബാഖിയാത്തുസ് സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വ ഖൈറുൻ അമലാ. നല്ലത് ചെയ്തോ, നല്ലത് പറഞ്ഞോ, നല്ലവരുമായി കൂട്ടുകൂടിക്കോ. എന്റെ മകൻ എന്റെ മകൾ നല്ലവരോട് കൂടിയാണോ കൂടുന്നത്, എന്റെ ഭാര്യ നല്ലവരുമായിട്ടാണോ ചങ്ങാത്തമുള്ളത് എന്നുള്ള ചിന്ത വേണം എന്ന് വീക്ഷിക്കണം. നല്ലവരോട് കൂട്ടുകൂടുന്നുണ്ടോ, എന്റെ മകനെ ഞാൻ ചേർക്കേണ്ടത് നല്ല ക്യാമ്പസിലാണോ, നല്ല കലാലയത്തിലാണോ, നല്ല ഗുരുക്കളുള്ള സ്ഥലത്താണോ എന്ന് നോക്കേണ്ട ബാധ്യത അതേ രക്ഷിതാവിനുണ്ട്. അതേ പേരൻസ് മീറ്റിങ്ങിന് പോയിട്ട് അവരെ പറയുന്നത് കേട്ടിട്ട് പോന്നാൽ പോരാ, അവരെ പറയുന്ന പൈസ കൊടുത്തിട്ട് പോന്നാൽ പോരാ. മക്കളുടെ ഭാവി ശ്രദ്ധിക്കണേ, മക്കളുടെ ഭാവി ശ്രദ്ധിക്കണേ. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനേ, ആണും പെണ്ണും നഗ്നത പ്രദർശിപ്പിച്ച് നടക്കുന്ന കാലമാണ്. പിഞ്ചു മക്കളെ പോലും സുബ്ഹാനല്ലാഹ് നഗ്നത പിഞ്ചു മക്കളെ പോലും അതാ നഗ്നരാക്കിയാണ് വളർത്തുന്നത്. എന്താ കാരണം? സുബ്ഹാനല്ലാഹ് എന്തേ കാരണം? പാശ്ചാത്യ സംസ്കാരങ്ങൾ നമ്മുടെ നാട്ടിലേക്ക് കയറി വന്നുപോയി. പാശ്ചാത്യ ലോകത്തോ അവരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി, അവരൊക്കെ മാറി ചിന്തിക്കാൻ തുടങ്ങി. ആ സംസ്കാരം നമ്മളെ ഭാഗത്ത് അല്ലേ? നിങ്ങൾ നോക്ക്, ടർഫിലും പാർക്കിലും എയർപോർട്ടിലും ഒക്കെ ചെറിയ വസ്ത്രം ധരിച്ച് സുബ്ഹാനല്ലാഹ് വരുന്നവരെ നിങ്ങൾ കണ്ടിട്ടില്ലേ? നിങ്ങൾ നോക്ക്, മുട്ടുപൊക്കളിന്റെ ഇടയിലുള്ള സ്ഥലം ഔറത്താണെന്നും അത് മറക്കാതെ അതാ മറക്കണമെന്നും അത് വെളിവാക്കൽ ഹറാമാണെന്നും അതേ ആർക്കാണ് അറിയാത്തത്? ഇല്ല, അറിയാത്തവരായി ആരുമില്ല. എന്നിട്ടും അതാ പൊതുസ്ഥലത്ത് പ്രത്യക്ഷപ്പെടുത്തുന്നു. ഇതല്ലേ അവസ്ഥ? അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, കഴിഞ്ഞുപോയ കാലഘട്ടത്തിൽ നഷ്ടപ്പെട്ടു പോയ ഒരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം തിരിച്ചു കൊണ്ടുവരണം. ആ സംസ്കാരം എന്താണ്? വലിയവരായ ആളുകളെ ബഹുമാനിച്ച് ആദരിച്ച് നല്ല മട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ശരീരഭാഗങ്ങളൊക്കെ മറച്ചു. സുബ്ഹാനല്ലാഹ്, പേടിച്ച്, എങ്ങനെ പേടിച്ച്? അതേ, ഞാൻ എന്റെ ശരീരത്തിന്റെ ഭാഗങ്ങളെ വെളിവാക്കിയാൽ നാളെ റബ്ബ് എന്നെ ചോദ്യം ചെയ്യപ്പെടുമെന്നുള്ള ചിന്തയോടുകൂടെ, നാളെ നരകത്തിൽ കിടക്കുമെന്നുള്ള ചിന്തയോടുകൂടെ ജീവിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. അതല്ലേ ബഹുമാനപ്പെട്ട സയ്യിദത്തുൻ നിസാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ. ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ പോലും മരിക്കാൻ നേരത്തെ വസിയത്ത് ചെയ്തത്, എന്റെ മയ്യത്ത് അതാ മൂടിയുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകണമെന്ന് വസിയത്ത് ചെയ്യുന്നു. രാത്രി മറവ് ചെയ്യണമെന്ന് വസിയത്ത് ചെയ്യുന്നു. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കടക്കുന്ന ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗ്ഗത്തിലേക്കാണ് ഉമ്മമാരെ നിങ്ങൾക്ക് പോകാനുള്ളത്, മക്കളെ നിങ്ങൾക്ക് പോകാനുള്ളത്. അതുകൊണ്ട് പറയുന്നു, നല്ലവരായി ജീവിക്കണം, നല്ലതുമായി ബന്ധപ്പെടണം. സുബ്ഹാനല്ലാഹ്, സ്കൂളിൽ നിന്ന് കോളേജുകളിൽ നിന്ന് ടൂർ പോകാറുണ്ട്. സുബ്ഹാനല്ലാഹ്, 10,000ങ്ങളും 2,000വും 3,000 ഒക്കെ വാങ്ങാറുണ്ട്. നിങ്ങൾ പോയിക്കോ, പോകണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അച്ചടക്കത്തോടെ കൂടെ സുബ്ഹാനല്ലാഹ് നല്ല സന്തോഷത്തോടെ കൂടെ പോകുന്ന, നല്ല സുരക്ഷയോടെ കൂടെ പോകുന്ന കോളേജ് ഏതാണുള്ളത് അത് പോകാൻ അനുമതി കൊടുക്കണം. പോകണ്ട
പോകണ്ട എന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം. അതേ സമയത്ത് 2-3 ദിവസവും ഒക്കെ താമസിക്കുന്നു. എവിടെയാ താമസിക്കുന്നത്? എങ്ങനെയാ താമസിക്കുന്നത്? പോകുമ്പോൾ നല്ല അച്ചടക്കത്തോടുകൂടെ ചാരിത്ര ശുദ്ധിയോടുകൂടെ പോയിരുന്ന കുട്ടി തിരിച്ചു വരുന്നത് എങ്ങനെയാണ്? ആണാവട്ടെ പെണ്ണാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളെ ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ, ശ്രദ്ധിക്കണേ. ഉസ്താദേ, എന്റെ കുട്ടി അങ്ങനെ ഒന്നുമില്ല, എന്റെ മകൻ അങ്ങനെ ഒന്നുമില്ല എന്ന് ഞാനും നിങ്ങളും ഒന്നും ചിന്തിക്കാനേ പാടില്ല. അവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കണം. അല്ലാ, മക്കളെയും കൂട്ടിയിട്ട് ഭാര്യമാരെയും കൂട്ടിയിട്ട് നമ്മളുടെ സന്നിധിയിലായിട്ട് നമ്മളുടെ നിയന്ത്രണത്തിലായിട്ട് സുബ്ഹാനല്ലാഹ് പോകുന്നതിന് തെറ്റില്ലല്ലോ. അതുകൊണ്ട് അച്ചടക്കമുള്ള, അതേ സൂക്ഷ്മതയുള്ള, കാവലുള്ള ഏത് പരിപാടിക്കും നിങ്ങളെ മക്കളെ വിട്ടോളൂ. അതിന് ഇസ്ലാം എതിരല്ല, ഇസ്ലാം ഒരിക്കലും എതിരല്ല. അച്ചടക്കമാണ് അദബാണ്. ഇവിടെ ഏറ്റവും വലിയ പ്രശ്നം ഹയാആണ്, ലജ്ജയാണ്, സംസ്കാരമാണ് പ്രശ്നം. പരിഷ്കാരങ്ങൾ ഇങ്ങനെ വളർന്നുകൊണ്ടേയിരിക്കും. ഓരോ പരിഷ്കാരങ്ങളും വളർന്നുകൊണ്ടിരിക്കും. 2024 പരിഷ്കാരമല്ല 25 വരിക. അതിന്റെ പിന്നാലെ നമ്മൾ പോകാൻ പാടില്ല. നമ്മളുടെ പരിഷ്കാരം, നമ്മളുടെ സംസ്കാരം അത് ഇസ്ലാമിന്റെ സംസ്കാരമാണ്. ഇസ്ലാം എന്തു പറഞ്ഞു? ആ ഡ്രസ് ധരിക്കുന്നതിനെ പറ്റി ഇസ്ലാം എന്തു പറഞ്ഞു? അതേ അങ്ങോട്ട് നോക്കുന്നതിനെ പറ്റി ഇസ്ലാം എന്തു പറഞ്ഞു എന്ന് ചിന്തിക്കണം. ആ ചിന്തയിലൂങ്ങിയിട്ട് നമ്മൾ പ്രവർത്തിക്കണം. അല്ലാഹു നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ, സന്തോഷത്തിലാക്കുമാറാകട്ടെ. നിങ്ങളെല്ലാവരോടും ഒറ്റ വാക്കിൽ പറയുന്നു, നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. നമ്മുടെ മക്കളെയൊക്കെ അല്ലാഹു തആല നല്ല മക്കളിൽ ഉൾപ്പെടുത്തട്ടെ, നല്ല സന്താനങ്ങളിൽ ഉൾപ്പെടുത്തട്ടെ. അല്ലാഹു ബറക്കത്ത് ചെയ്യട്ടെ. മക്കളില്ലാത്തവർക്ക് അല്ലാഹു മക്കളെ കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ.